തേയില ചേരുവകളെയും മൊട്ടക്കുന്നുകളെയും തഴുകിമറയുന്ന മൂടൽമഞ്ഞ്, നട്ടുച്ചയിലും കുളിരു പകരുന്ന കാലാവസ്ഥ. ഡിസംബറിലും ജനുവരിയിലും ഇടുക്കി കൂടുതൽ സുന്ദരിയാണ്. ആ കാഴ്ചകൾ തേടി ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ 2 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിൽ എത്തിയത്. വാഗമൺ ആണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ സൂപ്പർ സ്റ്റാർ. ഇടുക്കി DTPCയുടെ നിയന്ത്രണത്തിലുള്ള 9 സെന്ററുകളിൽ മാത്രം ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ 2,17,800-ലധികം സഞ്ചാരികൾ എത്തി. ഓരോ ദിവസവും ശരാശരി 20,000-ലധികം സഞ്ചാരികൾ. മുൻവർഷത്തേക്കാൾ 1,00,000-ഓളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട്. ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 61,000-ലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു. ഇടുക്കി DTPCയിൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഇടുക്കി ജില്ലയിലേക്ക് തന്നെ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ DTPCയിലേക്ക് എത്തുന്ന 2 ലക്ഷത്തിന് മുകളിൽ ടൂറിസ്റ്റുകൾ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒരു പ്രത്യേക താല്പര്യത്തെയും ഈ ആളുകൾ ടൂറിന് വരുമ്പോഴത്തേക്ക് ഇടുക്കി സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇടുക്കി DTPC എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഇനിയിപ്പം വലിയ തിരക്കുണ്ടാവുക മിക്കവാറും ഏപ്രിൽ മെയ് ദിവസങ്ങളിലായിരിക്കും. ആ ദിവസങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോഴാണെങ്കിലും ഇടുക്കിയുടെ കാലാവസ്ഥ വളരെ തണുപ്പൊക്കെയുള്ള നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും ആളുകളുടെ തിരക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട വാഗമണിലായിരുന്നു. വാഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജോടെ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള തിരക്കോടെ അനുഭവപ്പെടുന്നുണ്ട്. വാഗമൺ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ തന്നെ ഇടുക്കിയിൽ വന്ന് മൊത്തം ടൂറിസ്റ്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30-40% DTPCയിലേക്ക് എന്തെങ്കിലും വന്നതിനകത്ത് ഇത്രയും ആളുകളോളം വാഗമണിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വ്യത്യാസം അല്ലെങ്കിൽ നല്ലൊരു വളർച്ച വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം വാഗമൺ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. വാഗമൺ മൊട്ടക്കുന്ന്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, രാമക്കൽമേട്, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, ശ്രീനാരായണപുരം, പാഞ്ചാലിമേട് തുടങ്ങിയ സെന്ററുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. 24 പുതുവത്സരത്തോടനുബന്ധിച്ച് സഞ്ചാരികളിലൊരു വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് ശുഭമായ സൂചകമാണ്. മൂന്നാർ, തേക്കടി, വാഗമൺ, രാമക്കൽമേട്, ഇടുക്കിയുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുമെന്നും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇടുക്കിയെ തേടിയെത്തുമെന്നുള്ള ഒരു സൂചകമായി തന്നെ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ള പ്രതീക്ഷിക്കുന്നു. DTPC നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിൽ എത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ്. ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ.